അല്ല ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ അൻവർ ഒരു ഘടകമല്ല എന്ന് പറയാനാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അൻവറിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിങ്ങൾ സമ്പൂർണ്ണമായി ഒഴിയുകയാണ്. ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. പക്ഷേ അത് നിങ്ങൾ പരമാവധി സാധ്യതകൾ തേടി പരാജയപ്പെട്ട ശേഷം എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. തൊട്ട് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പോയി ശ്രമിക്കുന്നു പിന്തുണ കിട്ടാൻ. അതിന് മുൻപ് മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഇത് വി.ഡി. സതീശൻ്റെ വാശിയാണ് പ്രശ്നമുണ്ടാക്കിയത്, അദ്ദേഹം വേണ്ടതായിരുന്നു നിലപാട് സ്വീകരിക്കുന്നു. നിങ്ങൾ തന്നെ ഉള്ളാലെ വിചാരിക്കുന്നുണ്ട് അൻവർ ഒരു ഘടകമാണെന്ന്. അതുകൊണ്ട് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെ ഉയർത്തി അൻവറിൻ്റെ കിട്ടാനുള്ള സെൻറ്റിമെൻറ്റ്സിനെ മുഴുവൻ വാരിപ്പിടിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുകയല്ലേ? അൻവർ വെറുതെ പോയി കളയും എന്ന് നിങ്ങൾ അതിവിചാരം കൊണ്ടു നടക്കുകയാണോ സന്ദീപ്? ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് 10 വോട്ടുണ്ടെങ്കിൽ 10 വോട്ടും സ്വന്തം പട്ടികയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നതാണ്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഈ പറയുന്ന 10 വോട്ടിലെ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നുള്ളതല്ല. അത്തരം ഒരു സാധ്യതയും നിലവിലില്ല എന്നുള്ളത് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇവിടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഞാൻ ഇപ്പോൾ വാസ്തവത്തിൽ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞിട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെയൊക്കെ CPM-ന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞത് നിലമ്പൂർ നടക്കുന്നത് LDF UDF ഫൈറ്റ് ആണെന്നാണ്. ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ വാസ്തവത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താണ്? മറ്റേതെങ്കിലും ഫാക്ടർ പ്ലേ ചെയ്യുന്നുണ്ടോ നിലമ്പൂരിൽ? മറ്റാർക്കെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ പ്രകാശൻ മാസ്റ്റർ പറയട്ടെ. വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂർ നടക്കുന്നത്. അത് UDF-ഉം LDF-ഉം തമ്മിലാണ്. ഞങ്ങൾ പാലക്കാട് പറഞ്ഞല്ലോ, പാലക്കാട് UDF-ഉം BJP-യും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അതുപോലെയല്ലേ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായത്? UDF-ഉം BJP-യും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം ഉണ്ടായി. അവിടെയും പ്രകാശൻ മാസ്റ്ററുടെ പാർട്ടി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി. അപ്പം വളരെ കൃത്യമാണ് മലപ്പുറത്തെയും നിലമ്പൂരിലെയും ജനങ്ങൾക്ക് കാര്യത്തിൽ ബോധ്യമുണ്ട്. 9 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലമ്പൂരിലെ തെരുവുകളിൽ ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ വിചാരണ ചെയ്യുകയാണ്. അത് കേവലം ചെറിയ ഈ ആദ്യം ഏറ്റവും അടുത്തുണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല. ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് CPM ആണ്. ഈ പഴയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ പഴയതാവാം, മുറികൾ പഴയതാവാം, മുറിവുകൾ പഴയതാവാം, പക്ഷേ അതിൻ്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ആഴത്തിലാണ് നിങ്ങൾ മുറിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മലപ്പുറത്തെ ജനങ്ങളുടെ മനസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാക്കിയിട്ടുള്ള മുറിവെന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതാണ്. അത് ഉണങ്ങിയിട്ടില്ല, അത് ഉണങ്ങാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല, അതിനുവേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അതിനുശേഷം ആ മുറിവ് മാന്തി പുണ്ണാക്കുന്ന പരിപാടി CPM-ന്റെ നേതാക്കന്മാർ തുടർന്നു. അവിടെയാണ് പ്രശ്നമുള്ളത്. അതിനുശേഷമാണ് വിജയരാഘവന്റെ പ്രസ്താവന വരുന്നത്. അപ്പൊ അനിൽകുമാറിനെ പോലെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധി പറയുകയാണ്, യുക്തിവാദി സമ്മേളനത്തിൽ പോയി പറഞ്ഞതെന്താണ്? മലപ്പുറത്തെ പെൺകുട്ടികൾ CPM-ന്റെ സ്വാധീനത്തിനെ തുടർന്ന് തട്ടം ഉപേക്ഷിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. അപ്പൊ അതുപോലെ മലപ്പുറം ജില്ലയെ, മലപ്പുറത്തെ മുസ്ലിം ജനസാമാന്യത്തെ മുഴുവൻ അപരവൽക്കരിക്കാനും അന്യവൽക്കരിക്കാനും RSS-ന് വേണ്ടിയുള്ള വിടുപണി ചെയ്യുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് ഇപ്പൊ മലപ്പുറത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നോക്കൂ, ഇപ്പോൾ കൂരിയാട് ദേശീയപാത നടന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ചയല്ലേ? ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഈ CPM-ഉം BJP-യും ഒരുപോലെ അവകാശപ്പെട്ടിരുന്നാണ്. ഞങ്ങളുടെ പാതയാണ്, ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അവസാനം പാത നടന്നപ്പോൾ കുട്ടിക്ക് അച്ഛനില്ലാതെയല്ലേ? ഇപ്പൊ ആ മുതൽ ക്ഷ വരെ നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈ കഴുകുകയല്ലേ? രാവിലെ മുതൽ വൈകിട്ട് വരെ റീൽസ് ഇടുകയായിരുന്നില്ലേ മരുമോൻ ചെയ്തിരുന്നത്? രാവിലെ 6 മണിക്ക് റീൽസ്, 10 മണിക്ക് റീൽസ്, ഉച്ചയ്ക്ക് റീൽസ്, വൈകിട്ട് റീൽസ്. അത് എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങൾ രാവിലെ അവലോകനയോ നടത്തും, ഉച്ചയ്ക്ക് അവലോകനയോ നടത്തും, വൈകിട്ട് അവലോകനം നടത്തും, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വേറെ ഒരു അവലോകന യോഗം നടത്തും. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പ് ഇങ്ങനെ ആസൂത്രണം ചെയ്ത് അവലോകന യോഗം നടത്തിയിട്ടാണ് ഞങ്ങൾ ദേശീയപാത നിർമ്മിക്കുന്നത് എന്ന് തള്ളിയിരുന്ന CPM നേതാക്കന്മാർ ഇപ്പൊ എന്താ പറയുന്നത്? ആ മുതൽ ക്ഷ വരെ അത് കേന്ദ്രത്തിന്റെ ആണെന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നുണ്ടോ? തയ്യാറാവുന്നില്ല. ഇവിടെ നിലമ്പൂരിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? ഇപ്പൊ നിലമ്പൂർ നഞ്ചങ്കോട് പാത മുഖ്യമന്ത്രി ഇന്നലെ പോയി കണ്ടല്ലോ, റെയിൽവേ മന്ത്രിയെ കണ്ടല്ലോ. നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് വേണ്ടി എന്തേ ഒരു വാക്ക് പിണറായി വിജയൻ പറയാതിരുന്നത്? ഒരു വാക്ക് പറയാൻ തയ്യാറായോ? ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാത ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും 49% സ്റ്റേറ്റ് ഗവൺമെന്റും 51% കേന്ദ്ര സർക്കാരും ചേർന്ന് ജോയിന്റ് വെഞ്ചറായിട്ട് DMRCയെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി നിയമിച്ചുകൊണ്ട് ആ പാത നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതാരാണ്? ഉമ്മൻചാണ്ടി സർക്കാരാണ്. ധാരണാപത്രം ഒപ്പിട്ടു. അവിടെ DMRCയുടെ ഓഫീസ് തുടങ്ങാൻ ധാരണയായി. അതിന് പണം കൈമാറി. അവസാനം ആ പണം പിൻവലിച്ചതാരാ ട്രഷറിയിൽ നിന്ന്? അത് പിണറായി സർക്കാരാ. എന്തിനു വേണ്ടിയിട്ടാ? തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടിയിട്ട്. തലശ്ശേരി മൈസൂർ പാത വരട്ടെ. തലശ്ശേരി മൈസൂർ പാത എക്കണോമിക്കലി വയബിൾ അല്ല, ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന് DMRCയുടെ പഠന റിപ്പോർട്ടുണ്ട്. ആ പാത വരുന്നതോട് ആർക്ക് എതിർപ്പില്ല. പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് പാത അട്ടിമറിച്ചവരാണ് പിണറായി വിജയൻ.
നിലമ്പൂർ നഞ്ചങ്കോട് പാത ഇത്രയും കാലം വൈകിച്ചു. ഇപ്പോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമ്മർദ്ദപരമായി വീണ്ടും സർവേ നടത്താനും വീണ്ടും DPR തയ്യാറാക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവേണ്ടി വന്നു. അതേസമയം പഴയ വിഷയങ്ങളെല്ലാം അടഞ്ഞുപോയി എന്നത് വ്യാമോഹമാണെന്ന് പറയുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി.